ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കരിനൊച്ചി എന്ന സസ്യത്തെ പറ്റിയാണ്. ബംഗാൾ, കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് കരിനൊച്ചി. വേദന സംഹാരിയായി ഉപയോഗിക്കാവുന്ന ഒരു ഔഷധം കൂടിയാണിത്. പുഷ്പത്തിൻ്റെയും ഇലയുടെ നിറത്തെ ആധാരമാക്കിയും കരിനൊച്ചി, വെള്ളനൊച്ചി, ആറ്റിനൊച്ചി എന്നിങ്ങനെ നൊച്ചിയെ മൂന്നായി തരംതിരിക്കാവുന്നതാണ്. വേര്, തൊലി, ഇല എന്നിവയാണ് ഔഷധ യോഗ്യമായ ഭാഗങ്ങൾ. നീര്, വേദന, വാതം എന്നിവയെ ശമിപ്പിക്കും. ബലസഹചരാതി കഷായത്തിലെ ഒരു ഘടകമാണ്. ഇവയുടെ ശാസ്ത്രീയ നാമം വിറ്റക്സ് നിംഗുണ്ടോ എന്നാണ്. കരിനൊച്ചി ഒരു ഔഷധ ചെടി ചെറുമരമാണ്. ഇന്ത്യയിൽ ഉടനീളം, പ്രത്യേകിച്ച് കേരളത്തിൽ കാട്ടുപ്രദേശങ്ങളിലും വീടുകളോടത്തും വളരുന്നു. ശക്തമായ സുഗന്ധമുള്ള ഇലകളാണ് പ്രധാന സവിശേഷത. കൈവിരലുകൾ പോലെ 3-5 ഭാഗങ്ങളായി പിരിഞ്ഞിരിക്കും. മുകളിലെ ഭാഗം പച്ച, അടിഭാഗം അല്പം ചാരനിറമുള്ളതാണ്. ഔഷധ ഗുണം ഏറ്റവും കൂടുതലുള്ള ഭാഗമാണ് ഇത്. ഇവയുടെ പൂവ് ചെറുതാണ്. നീല, ധൂമ്ര അല്ലെങ്കിൽ വെള്ള നിറത്തിൽ കാണാം. ഇവ കൂട്ടമായാണ് വിരിയുന്നത്. ചെറുതും വൃത്താകൃതിയിലും ഫലം തരും. പഴുത്താൽ കറുത്ത നിറമാണ്. സന്ധിവേദന, വീക്കം കുറയ്ക്കാൻ, പനി, ചുമ, ജലദോഷം, നാഡിവേദന, തലവേദന, കീടക്കടി, ത്വക്ക് രോഗങ്ങൾ ഇങ്ങനെ പലവിധ അസുഖങ്ങൾക്കും ഇവ ഉപയോഗിക്കാവുന്നതാണ്. പൂക്കൾ വിരിഞ്ഞതിന് ശേഷം കരിനൊച്ചിയിൽ ചെറിയ കറുത്ത നിറത്തിലുള്ള വിത്തുകൾ ഉണ്ടാകുന്നു. കാറ്റ്, വെള്ളം, പക്ഷികൾ എന്നിവ വഴി വിത്തുകൾ പരക്കും. അനുകൂലമായ മണ്ണും ഈർപ്പവും ലഭിക്കുമ്പോൾ വിത്തുകൾ മുളയ്ക്കും. ചെറുതൈയായി വളരുന്നു. ഈ ഘട്ടത്തിൽ ഇലകൾ രൂപപ്പെടും. തണ്ടും കൊമ്പുകളും ശക്തമായി വളരും. സുഗന്ധമുള്ള ഇലകൾ കൂടുതലായി കാണപ്പെടും. നീല, ധൂമ്ര നിറത്തിലുള്ള ചെറുപൂക്കൾ കൂട്ടമായി വിരിയും. പൂക്കൾക്ക് ശേഷം ചെറുതായ ഫലങ്ങൾ ഉണ്ടാകുന്നു. അവയിൽ വിത്തുകൾ പാകമാകും. ചെടി പഴകുമ്പോഴും പതുക്കെ കൊമ്പുകൾ മുളച്ച് തുടരുന്നു. വിത്തുകൾ മുഖേനയും കൊമ്പ് മുറിച്ച് നട്ടും പുതിയ കരിനൊച്ചി ചെടികൾ ഉണ്ടാകുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.